1991 ടാറ്റ ആൻഡ് സൺസിന്റെ ചെയർമാനായി സ്ഥാനമേറ്റ രത്തൻ ടാറ്റയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. വലിയ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ടാറ്റയ്ക്ക് സ്വന്തമായി ഒരു പാസഞ്ചർ കാറിന്റെ ഡിവിഷൻ ഉണ്ടാക്കുക. 95 രത്തൻ ടാറ്റ തന്റെ സ്വപ്നത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു. മാരുതി സെന്നിന്റെ വലിപ്പവും അംബാസിഡറിന്റെ അത്രയും വലിയ ഇന്റീരിയറും 800ന്റെ വിലയും ഡീസലിന്റെ മൈലേജുമുള്ള ഒരു കാർ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന്. രത്തൻ ടാറ്റയുടെ ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണം നടന്നത് 1998 98 ജനുവരി 15 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്ത് ഓട്ടോ എക്സ്പോയിലെ ടാറ്റ മോട്ടോഴ്സിന്റെ പവലിയൻ. അന്ന് വലിയ ജനക്കൂട്ടമായിരുന്നു ആ പന്തലിൽ. മുൻനിരയിൽ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തിലെ പ്രമുഖരായ ആനന്ദ് മഹീന്ദ്ര, രാഹുൽ ബജാജ്, CK ബിർള, അന്നത്തെ മാരുതി MD ഭാസ്കരാഡു തുടങ്ങിയവർ നിരന്നിരുന്നു. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ടാറ്റ പ്രഖ്യാപിച്ചിരുന്ന ആ കാർ കാണുന്നതിനു വേണ്ടിയായിരുന്നു. കാറിന്റെ ലോഞ്ച് ഒരു ഗംഭീര സംഭവമായിരുന്നു. ഉക്രൈൻ ബാല ഗ്രൂപ്പിന്റെ നൃത്ത പരിപാടി രത്തൻ ടാറ്റ വേദിയിൽ വന്ന് കാണികളോടായി പറഞ്ഞു, ഞങ്ങൾക്ക് അത്തരമൊരു ദൌത്യം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവർ ഞങ്ങൾ തിരഞ്ഞെടുത്ത പാതയെ വിമർശിച്ചു. അത് ഏറ്റെടുത്തതോടെ യുവ എഞ്ചിനീയർമാരുടെ മുഴുവൻ ടെൽകോ ടീമിന്റെയും സമർപ്പണവും ആവേശവും പ്രതിഫലിപ്പിക്കുന്ന ഒരു കാർ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. വേദിയിലുണ്ടായിരുന്ന അന്നത്തെ ഖനവ്യവസായ മന്ത്രി മുരശല്ലി മാരൻ ടാറ്റ കമ്പനിയെ ഇന്ത്യയുടെ കോഹിനൂർ എന്ന് വിളിച്ചു. ടാറ്റയുടെ MD രത്തൻ ടാറ്റ കാർ മൂടിയിരുന്ന വെളുത്ത താഴികക്കുടം ഉയർത്തിയപ്പോൾ ലോകം ആ കാറിനെ കണ്ടു. ഇന്ത്യക്കാർക്കായി ടാറ്റ നിർമ്മിച്ച ഇന്ത്യൻ കാർ ഇൻഡിക്ക. നീണ്ട ആവേശത്തിന്റെ പരിസമാപ്തിയായിരുന്നു അത്. ടാറ്റയ്ക്ക് ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണം. കാർ അനാച്ഛാദനം ചെയ്തപ്പോൾ ടാറ്റ വാഗ്ദാനം ചെയ്തതെല്ലാം അതിലുണ്ടായിരുന്നു. വിശാലമായ ഇന്റീരിയർ, ഡീസൽ എഞ്ചിന്റെ സാമ്പത്തിക ഓപ്ഷൻ, എയർ കണ്ടീഷൻ, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, 5 സ്പീഡ് ഗിയർ ബോക്സ് തുടങ്ങി നിരവധി സവിശേഷതകൾ. ടാറ്റ ഇൻഡിക്കയുടെ കഥ വേദനയുടെയും ആനന്ദത്തിന്റെയും ഉയർച്ചയുടെയും തകർച്ചയുടെയും ഒക്കെയായിരുന്നു. ഇൻഡിക്കയെ രത്തൻ ടാറ്റ വിശേഷിപ്പിച്ചത് തന്റെ കുഞ്ഞ് എന്നായിരുന്നു. കാരണം ടാറ്റയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ടാറ്റ മോട്ടോഴ്സിന് സ്വന്തമായി ഒരു കാർ ഡിവിഷൻ. ടാറ്റയുടെ MD ആയി ചുമതലയേറ്റപ്പോൾ മുതൽ അതിനുവേണ്ടി രത്തൻ ടാറ്റ വളരെയധികം പരിശ്രമിച്ചു. ഉണ്ടാക്കുന്നത് ചെറിയ കാറാണെങ്കിലും അതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി വലിയ തുക തന്നെ ടാറ്റ ചിലവഴിച്ചു. കാർ നിർമ്മാണത്തിന്റെ യൂണിറ്റിന് വലിയൊരു തുക തന്നെ ചിലവഴിക്കേണ്ടതായി വരും. ആദ്യഘട്ടത്തിൽ അത്രയും വലിയ തുക ചിലവഴിക്കാതെ തന്നെ ടാറ്റ അത് പൂർത്തിയാക്കി. യൂണിറ്റിന് അന്ന് $2 ബില്യൺ കൂടുതൽ ചിലവ് വരുമായിരുന്നു. ടാറ്റയും സംഘവും ലോകമെമ്പാടും സഞ്ചരിച്ചു. ഓസ്ട്രേലിയയിലെ ഉപയോഗശൂന്യമായ നിസാന്റെ ഒരു പ്ലാന്റ് ടാറ്റ കണ്ടെത്തി. പുതിയ പ്ലാന്റിന്റെ 1/5 വിലയ്ക്ക് അത് സ്വന്തമാക്കി പൂർണ്ണമായും പൊളിച്ച് പൂനെയിൽ ടാറ്റ പുനർനിർമ്മിച്ചു. 6 മാസം കൊണ്ട് ഈ ദൌത്യം പൂർത്തിയാക്കി. പിന്നീട് മികച്ച ഡിസൈനിൽ ഒരു കാർ നിർമ്മിക്കുക എന്ന ഘട്ടമായിരുന്നു. ആൽഫ റോമിയോ 155, ഫെരാരി മോണ്ടിയൽ എന്നിവ രൂപകൽപ്പന ചെയ്ത് പേരുകേട്ട ഇറ്റാലിയൻ കമ്പനിയായ ഐഡിയോയുമായി സഹകരിച്ച് ടാറ്റയുടെ പൂനെയിലെ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ ഇൻഡിക്കയുടെ ഡിസൈനുകൾ നിർമ്മിച്ചു. 500-ലധികം കമ്പ്യൂട്ടറുകളാണ് അന്ന് അതിനുവേണ്ടി കമ്പനി ഉപയോഗിച്ചത്. രാജ്യത്തിനുള്ളിൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിച്ച ഒരു കാർ. ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള ആദ്യ പാസഞ്ചർ ഹാച്ച്ബാക്കും ഡീസൽ എഞ്ചിനുള്ള ഇന്ത്യയിലെ ആദ്യ ഹാച്ച്ബാക്കായിരുന്നു ഇൻഡിക്ക. 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനും ടാറ്റ ഇൻഡിക്കയിൽ ഉണ്ടായിരുന്നു. പെട്രോൾ എഞ്ചിൻ പരമാവധി 60 bhp പവർ നൽകി. ഡീസൽ വേരിയന്റുകൾ 53.5 bhp പവർ നൽകി. ഇൻഡിക്കയുടെ 3885 ഘടകങ്ങളെ 98% ഇന്ത്യയിലാണ് നിർമ്മിച്ചത്. ഒടുവിൽ 1998 ഡിസംബർ 30 2,60,000 രൂപ പ്രാരംഭ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ഇൻഡിക്ക ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത് 8 ദിവസങ്ങൾക്കുള്ളിൽ കാറിന് 1.25 ലക്ഷം പൂർണ്ണമായി പണമടച്ച ബുക്കിംഗുകൾ ലഭിച്ചു. ഏതൊരു ഇന്ത്യൻ കാറിനും ഇതുവരെയുമില്ലാത്ത ബുക്കിംഗ്. രത്തൻ ടാറ്റ ഒരിക്കൽ പറഞ്ഞു, ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുവാൻ കഴിയുന്ന നമ്മുടെ എഞ്ചിനീയർമാർക്ക് സ്വന്തമായി ഒരു കാർ നിർമ്മിക്കാൻ കഴിയുമെന്ന് എനിക്ക് ശക്തമായ ബോധ്യമുണ്ടായിരുന്നു. 98 ആദ്യ തലമുറ ഇൻഡിക്ക പുറത്തിറങ്ങി. ടാറ്റ വെറുമൊരു ബ്രാൻഡ് മാത്രമല്ല, അത് ഇന്ത്യയുടെ വികാരമാണ്. ഈ ഉത്തരവാദിത്വം ടാറ്റ നിറവേറ്റുന്നുമുണ്ട്. ഇൻഡിക്കയുടെ പേരിനുമുണ്ട് ഇന്ത്യ എന്ന വികാരം. ഇന്ത്യ, കാർ എന്നീ 2 പദങ്ങളുടെ സംയോജനമാണ് ഇൻഡിക്ക എന്ന പേര്. മോർ കാർ പെർ കാർ, ഈ ടാഗ് ലൈനിലായിരുന്നു ഇൻഡിക്കയുടെ പരസ്യങ്ങൾ. അന്നത്തെ ഇൻഡിക്കയുടെ എതിരാളികളായ ഫിയറ്റ് യുനോ, മാരുതി 800, മാരുതി സെൻ എന്നിവയേക്കാൾ മൈലുകൾ മുന്നിലായിരുന്നു ഇൻഡിക്കയുടെ വിൽപ്പന.
1998 മുതൽ 2018 വരെ നീണ്ട 20 വർഷക്കാലം ഇൻഡിക്കയുടെ ഉൽപാദനം ടാറ്റ നടത്തി. 2008 ഓഗസ്റ്റ് വരെ 9 ലക്ഷത്തിലധികം യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു. പ്ലാറ്റ്ഫോമിൽ 12 ലക്ഷം വാഹനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. 2006-2007 ഇൻഡിക്കയുടെ വാർഷിക വിൽപ്പന 1,44,690 യൂണിറ്റ് ആയിരുന്നു. 2009 ജൂലൈയിലെ കണക്കനുസരിച്ച് ഇൻഡിക്കയുടെ പ്രതിമാസ വിൽപ്പന ഏകദേശം 8,000 യൂണിറ്റ് ആയിരുന്നു. 2004 അവസാനം മുതൽ യൂറോപ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇൻഡിക്ക കയറ്റുമതി ചെയ്തു. ഇൻഡിക്കയുടെ ഒന്നാം തലമുറ 98 മുതൽ 2000 വരെയും രണ്ടാം തലമുറ 2001 മുതൽ 2008 വരെയും ഇൻഡിക്ക V2 എന്ന പേരിലും മൂന്നാം തലമുറ 2009 മുതൽ 2018 വരെ ഇൻഡിക്ക വിസ്ത എന്ന പേരിലും പുറത്തിറക്കി. എന്നാലും ഇൻഡിക്ക നിർമ്മാണത്തിലെ ആദ്യ വർഷങ്ങൾ ടാറ്റയ്ക്ക് ദുരിതപൂർണമായിരുന്നു. ട്രക്ക് നിർമ്മാതാക്കളായ ടാറ്റ പാസഞ്ചർ കാർ നിർമ്മിക്കാൻ പാടുപെട്ടു. ഈ വിഭാഗത്തിൽ ആവശ്യമായ വൈദഗ്ധ്യം ടാറ്റയ്ക്ക് ഇല്ലായിരുന്നു. അക്കാരണത്താൽ കമ്പനി പിറകോട്ടു പോയി. എഞ്ചിൻ പോരായ്മകളുടെ വലിയ പരാതികൾ ഡ്രൈവർമാരിൽ നിന്നും ദിനംപ്രതി കമ്പനിയിൽ കിട്ടിക്കൊണ്ടിരുന്നു. കാറിന്റെ ഉയർന്ന ശബ്ദത്തിന്റെയും വൈബ്രേഷന്റെയും ടയർ തേയ്മാനത്തിന്റെയും ബെൽറ്റ് ശബ്ദം തുടങ്ങി നിരവധി കാരണങ്ങൾ. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായി ഒടുവിൽ ടാറ്റയ്ക്ക് മനസ്സിലായി. സാൻഡ്രോ, മാരുതി വാഗണർ പോലുള്ള കാറുകളുമായി ഇൻഡിക്കയ്ക്ക് വിപണിയിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹുണ്ടായുടെ i10 കൂടി പുറത്തിറങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇതിനകം ഇൻഡിക്ക പദ്ധതിയിൽ 1,700 കോടിയിലധികം രൂപ നിക്ഷേപിച്ച ടാറ്റയ്ക്ക് കാർ കമ്പനി വലിയ ബാധ്യതയായി നിലനിന്നു. ഒടുവിൽ ടാറ്റ ഒരു കാര്യം തീരുമാനിച്ചു: ബാധ്യതയായ കാർ കമ്പനി വിറ്റുകളയുക. അങ്ങനെ ടാറ്റയും സംഘവും അമേരിക്കയിലേക്ക് വിമാനം കയറി. ചരിത്രത്തിലെ ഒരു മധുര പ്രതികാരത്തിലേക്കാണ് ആ സംഭവം നയിച്ചത്. ടാറ്റയും സംഘവും അമേരിക്കയിൽ ഫോർഡിന്റെ ചെയർമാനായിരുന്ന ബിൽ ഫോർഡിനെ കണ്ട് കാർ ഫാക്ടറി വിൽക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ചർച്ചകൾക്കിടയിൽ ഒരാൾ ടാറ്റയോട് പറഞ്ഞു: കാർ നിർമ്മാണത്തെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ എന്തിനാണ് കാർ ഡിവിഷൻ ആരംഭിച്ചത്? നിങ്ങളുടെ കാർ ഡിവിഷൻ വാങ്ങുന്നതിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. ടാറ്റയ്ക്ക് ഇത് വലിയ അപമാനമായി തോന്നി. ചർച്ചകൾ അവസാനിപ്പിച്ച് അന്നു തന്നെ ടാറ്റ മടങ്ങി. ഇന്ത്യക്കാർക്കൊരിക്കലും ഉരുക്ക് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് കരുതിയ ബ്രിട്ടീഷുകാരുടെ നിന്ദ്യമായ പ്രതികരണത്തിന് മറുപടിയായി ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചും ഹോട്ടലിൽ മുറി നൽകാതെ അപമാനിച്ച വെള്ളക്കാരന് മുംബൈയിൽ താജ് എന്ന 5 സ്റ്റാർ ഹോട്ടൽ നിർമ്മിച്ചും മറുപടി നൽകിയ പൂർവികരുടെ ചരിത്രം രത്തൻ ടാറ്റയുടെ മനസ്സ് നീറ്റി. അഭിമാനത്തിനേറ്റ മുറിവ് ടാറ്റ തീർത്തത് ഫാക്ടറിയിൽ തിരിച്ചെത്തി കഠിന പ്രയത്നത്തിലൂടെ എഞ്ചിനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടായിരുന്നു. 2001 പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇൻഡിക്കയുടെ രണ്ടാം തലമുറ ഇൻഡിക്ക V2 പുറത്തിറക്കി. പെട്രോൾ ഇൻഡിക്ക 2000 വേരിയന്റിനൊപ്പം ഒരു ഡീസൽ എഞ്ചിനുമായാണ് ഇത് പുറത്തിറങ്ങിയത്. അക്കാലത്ത് സാധാരണ കാറുകൾക്ക് ഡീസൽ എഞ്ചിനുകൾ പതിവില്ലായിരുന്നു. അതിനാൽ ഇത് രാജ്യത്ത് ആദ്യത്തേതായിരുന്നു. പിന്നീട് CNGയിലും ഇലക്ട്രിക്കിലും ടാറ്റ ഇൻഡിക്കകൾ നിർമ്മിച്ചു. ഇത് പിന്നീടുള്ള ചരിത്രം. പുതിയ ഇൻഡിക്ക പുറത്തിറക്കിയപ്പോഴും ടാറ്റ തന്റെ കാർ വാങ്ങിയ സാധാരണക്കാരെ മറന്നില്ല. സാധാരണക്കാരന്റെ ഓരോ ചില്ലിക്കാശിന്റെ വിലയും മറ്റാരേക്കാളും നന്നായി ടാറ്റയ്ക്ക് അറിയാമായിരുന്നു. തകരാറുള്ള ഭാഗങ്ങൾ സൗജന്യമായി മാറ്റി സ്ഥാപിക്കുന്നതിനായി കമ്പനി രാജ്യവ്യാപകമായി ഉപഭോക്തൃ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. വിറ്റ് കാശ് വാങ്ങി പോക്കറ്റിലിട്ടാൽ ആ ലാഭമെടുത്ത് വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ച് ലാഭം തുലയ്ക്കാൻ ഒരു ബിസിനസ്സുകാരനും ഇറങ്ങി പുറപ്പെടില്ല. പക്ഷേ ടാറ്റയ്ക്ക് അതിന് കഴിയില്ലല്ലോ. ടാറ്റ കമ്പനി ഇന്ത്യക്കാരുടെ മനസ്സിൽ അങ്ങനെയല്ല. പ്രശ്നങ്ങളുണ്ടായ പഴയ ഇൻഡിക്ക കാറുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി 500 കോടി രൂപ ടാറ്റ ചിലവഴിച്ചു. ആ വിശ്വാസ്യത ഫലം കണ്ടു. 18 മാസത്തിനുള്ളിൽ 1 ലക്ഷം കാറുകളുടെ വിൽപ്പന ഇൻഡിക്ക പൂർത്തിയാക്കി. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ഓട്ടോമൊബൈലായി അങ്ങനെ ഇൻഡിക്ക മാറി. BBC-യുടെ പ്രശസ്ത ടെലിവിഷൻ പരിപാടിയായ വീൽസ് ഇൻഡിക്കയെ 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വിലയുള്ള വിഭാഗത്തിലെ ഏറ്റവും മികച്ച കാറായി പ്രഖ്യാപിച്ചു. 9 വർഷങ്ങൾക്ക് ശേഷം ടാറ്റയ്ക്ക് ഫോർഡിൽ നിന്നും അപമാനിതനായി തിരിച്ചു പോരേണ്ടി വന്ന സംഭവത്തിന് പ്രതികാരം ചെയ്യുന്നതിന് ഒരവസരം ലഭിച്ചു. 2008 ആഗോള മാന്ദ്യത്തെ തുടർന്ന് ഫോർഡ് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ഫോർഡിന്റെ ഐക്കോണിക് ബ്രാൻഡുകളായിരുന്ന ജാഗ്വാർ, ലാൻഡ് റോവർ തുടങ്ങിയവ ടാറ്റ വെറും $2.3 ബില്യൺ സ്വന്തമാക്കി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ബിസിനസ് ലോകത്തിലെ ഏറ്റവും മികച്ച മധുര പ്രതികാര നിമിഷങ്ങളായിരുന്നു അത്
ടാറ്റയ്ക്ക്. 2003 UK-ലെ MG റോവറുമായുള്ള കരാറിനെ തുടർന്ന് ടാറ്റ ഇൻഡിക്ക UK-യിൽ സിറ്റി റോവർ എന്ന പേരിൽ ടാറ്റ വിറ്റു. ഫോർഡിന് ബാധ്യതയായ ജാഗ്വാറും ലാൻഡ് റോവറും ടാറ്റ നിർമ്മിച്ച് മികച്ച നിലയിൽ വിൽപ്പന ഉയർത്തി. ഇത് ആഗോളതലത്തിൽ ടാറ്റയുടെ ബ്രാൻഡ് മൂല്യം ഉയർത്തി. ടാക്സി കാർ വിഭാഗത്തിൽ ഇൻഡിക്ക V2 അംബാസിഡറിനെ കടത്തിവെട്ടി. V2വിന്റെ വിൽപ്പന വർദ്ധിച്ചു. ഇന്നും രാജ്യത്തെ ടാക്സി ഡ്രൈവർമാർക്കിടയിൽ ഈ കാർ ജനപ്രിയമാണ്. 2018 ടാറ്റ മോട്ടോഴ്സ് ഇൻഡിക്ക നിർത്തലാക്കുന്നത്. 2020 ഇന്ത്യ ഗവൺമെന്റ് BS6 മലിനീകരണ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. ടാറ്റ ഇൻഡിക്ക നിർത്തലാക്കിയെങ്കിലും ഇപ്പോഴും ഇൻഡിക്ക നമ്മളോടൊപ്പമുണ്ട്. ടാറ്റ ടിയാഗോ എന്ന പേരിലാണ് ടാറ്റ ഈ കാർ ഇപ്പോൾ നിർമ്മിക്കുന്നത്.